പത്തനംതിട്ട തണ്ണിത്തോട് പഞ്ചായത്തിലെ കരുമാൻ തോട് ആലുവാങ്കുടി റോഡ് പുനർനവീകരണം നടക്കുന്നില്ലെന്ന് പരാതി. ഓട നിർമ്മിക്കാനായി മണ്ണെടുത്തതല്ലാതെ 6 മാസമായി ഒരു പണിയും നടന്നിട്ടില്ല. ജനപ്രതിനിധികളുടെ ആരോപണ പ്രത്യാരോപണവുമായി റോഡ് നവീകരണം വൈകിപ്പിക്കുന്നു എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കഴിഞ്ഞ കുറെ കാലമായി ഇതാണ് റോഡിന്റെ അവസ്ഥ. റോഡാകെ കുണ്ടും കുഴിയും. വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുപോകാൻ ഏറെ പ്രയാസപ്പെടണം. എതിർദിശയിൽ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കണമെങ്കിൽ അതിനും ചില്ലറ പാടുപെട്ടാൽ പോരാ. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ MLA KU ജനീഷ് കുമാർ 45 ലക്ഷം രൂപ അനുവദിച്ചു. പണം അനുവദിച്ച് 6 മാസമായിട്ടും റോഡിന് കാര്യമായ മാറ്റമുണ്ടായില്ല. റോഡിനോട് ചേർന്ന് ഓടയടക്കം നിർമ്മിച്ച് പുനർനവീകരിക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഐറിഷ് മാതൃകയിൽ ഓടയ്ക്കായി റോഡിന്റെ ഒരു ഭാഗം ഇളക്കിയിട്ട് മണ്ണെടുത്തതല്ലാതെ ഒന്നും നടന്നിട്ടില്ല. ഈ നാട്ടുകാർ വെറും മണ്ടന്മാരാന്നുള്ള ധാരണയാണ്. അത് വെറും വിട്ടികളാക്കുവാണ്. അല്ല ഇവർ മാത്രമല്ല ഇവിടുത്തെ കോൺട്രാക്ടർ, അല്ല വേറെ ആരും ഇവിടുത്തെ കോൺട്രാക്ടർ. ഇത് കാണിക്കുന്ന ഈ ജനങ്ങളോട് കാണിക്കുന്ന എന്തോ ബുദ്ധിമുട്ടാണ്. 6-7 മാസമായി. നേരത്തെ കിടന്നു പോലെ കിടക്കായിരുന്നു, ഇത്രയും പ്രശ്നം വരുന്നില്ല. ഈ ഇവിടെ താമസിക്കുന്ന ജനങ്ങൾ മൊത്തം മണ്ടന്മാരാവും ബുദ്ധിമാനി വന്ന അതാണ് ധരിക്കുന്നത്. ഒരുപാട് ഇവിടെ ഈ ഇടം ലോഡും കൊണ്ടുവന്നൊരു വണ്ടി ഇവിടെ മറിഞ്ഞ് 4 കാലം കിടക്കുമായിരുന്നു. ഞാൻ 5-10 ജനങ്ങളൂടെ ചെന്നാൽ കെട്ടിവെച്ചാൽ ആ വണ്ടി കെട്ടിവിട്ടത്. 2 വീലറുകാർ സ്ഥിരം വീഴുക. പെമ്പിള്ളാരി ഈ കാണിക്കുന്ന എന്തൊരു തോന്നിവാസം ഇത്. നിരവധി വീടുകളും പ്രസിദ്ധമായ ആലുവാങ്കുടി കാനനക്ഷേത്രവും ഉൾപ്പെടുന്നതാണ് പ്രദേശം. ദിവസേന 100 കണക്കിന് വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നു. വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവം. ഈ റോഡ് ഇതിങ്ങനെ വെട്ടിപ്പൊളിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്ന നിമിത്തം കൊണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് എന്റെ കുഞ്ഞ് ഇതുപോലെ റോഡിൽ നിന്ന് മറിഞ്ഞു വീണ് കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇട്ടേക്കുമായിരുന്നു. ഇപ്പോഴും ട്രീറ്റ്മെന്റ് കിടക്കും. ഈ റോഡ് ഇങ്ങനെ ഇട്ടിട്ട് ഒത്തിരി നാളുകളെ സ്കൂട്ടറിൽ നിന്ന് വീണതാ. അത് MCOM പഠിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞ് ഇപ്പം പഠിത്തം കഴിഞ്ഞതുകൊണ്ട് പോകാതെ നിൽക്കുക. എല്ലാ ദിവസവും എന്നല്ല ഏതേലും തരത്തിൽ ഇവിടെ അപകടങ്ങൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റോഡിന് ഇതിങ്ങനെ ഈ വെട്ടിപ്പൊളിച്ച് ഇട്ടേക്കുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും അപകടം പറ്റിപ്പോയത്. റോഡ് നവീകരണം ഇഴഞ്ഞു നീങ്ങാൻ കാരണം കരാറുകാരന്റെ അലംഭാവമാണെന്ന് ജനപ്രതിനിധികൾ പറയുന്നു. ഇത് പരിഹരിച്ച് ഉടൻ പണി തുടങ്ങുമെന്ന് LDFന്റെ ജനപ്രതിനിധി വ്യക്തമാക്കി. UDF ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി വേണ്ട ഇടപെടൽ നടത്തുന്നില്ലെന്നും ആരോപണമുണ്ട്. എന്തുകൊണ്ട് കരാറുകാർക്കെതിരെ പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ചോദ്യം. നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ തുടങ്ങിയില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.